ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. സർവശക്തനായ അല്ലാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി പുറത്തു തരട്ടെ. ഈ സദസ്സ് ഒരു സ്വാലിഹായ സൽക്രമമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഇതുപോലെ അല്ലാഹു നമ്മെ എല്ലാവരും ഒരുമിച്ച് കൂട്ടട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനും ആ പ്രകാശം നമ്മുടെ മനസ്സിൽ ലഭിച്ച് പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിതകാലം മുഴുവൻ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട പരിശുദ്ധ ഖുർആൻ, അത് പഠിക്കുക, മനസ്സിലാക്കുക എന്നതാണ് നാം ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഈ പരിശുദ്ധ ക്ലാസ് കൊണ്ടും നാം ഉദ്ദേശിക്കുന്നത് അതാണ്. ഭൗതികമായി മറ്റൊരു ലക്ഷ്യവും നേട്ടവും നമുക്കിതിൻ്റെ പിന്നിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നാം ഇത് പഠിക്കാനുള്ള നമ്മുടെ ഈ ക്ലാസിൻ്റെ ഒരു പ്രവർത്തകരും പഠിതാക്കളുമായി നാം തീരണം. അത് നാം മനസ്സിൽ വിചാരിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വരാൻ പോകുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഇന്ന് എന്തെങ്കിലും നമ്മുടെ സഹോദരിമാർ വരുന്നവർക്ക് ഈ പരിശുദ്ധ റമളാനായി പരിശുദ്ധ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ചില സംഗതികൾ മനസ്സിലാക്കാൻ നമുക്ക് അവസരം കിട്ടണം എന്നുദ്ദേശിച്ചുകൊണ്ട്, എന്നിരുന്നാലും എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായി മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ ശാസ്ത്രം എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. സത്യത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നത് ഭൗതിക ലൈറ്റാണ്. അത് നാം മനസ്സിലാക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞു, രണ്ട് പ്രകാശം നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രണ്ട് പ്രകാശം തന്നിട്ടുണ്ട്. ഒന്ന് ഭൗതിക ലൈറ്റാണ്, അഥവാ ഭൗതികമായ പ്രകാശം. മറ്റൊന്ന് ആത്മീയ ലൈറ്റാണ്, ആത്മീയമായിട്ടുള്ള പ്രകാശം. രണ്ട് പ്രകാശവും അല്ലാഹു നമുക്ക് തന്നത്, ആ പ്രകാശം നാം പരിശോധിക്കുമ്പോൾ ശാസ്ത്രപരമായ മുഴുവൻ കണ്ടുപിടുത്തങ്ങളും മുഴുവൻ വിദ്യാഭ്യാസവും ഭൗതിക ലൈറ്റായി നമുക്ക് തന്നതാണ്. ആ ലൈറ്റ് ഒരാൾ ആർജിച്ചില്ലെങ്കിലും അയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇത് വിദ്യാഭ്യാസത്തിനെ നിരുത്സാഹപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യഗൗരവം മനസ്സിലാക്കാതെയോ അല്ല പറയുന്നത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രത്തിൻ്റെ സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ധാരാളം ആയത്തുകൾ കണ്ടെത്താൻ കഴിയും. എന്തിനു വേണ്ടിയാണത്? ഭൗതിക ലൈറ്റ് നമുക്കുണ്ടാവണം, ഭൗതിക വിദ്യാഭ്യാസം നമുക്കുണ്ടാവണം, ഭൗതികമായിട്ട് നാം ആർജിച്ചെടുക്കണം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തന്നെ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർവസമ്പുഷ്ടമായ വികാസമാണ്. എല്ലാ രീതിയിലും വികസിപ്പിക്കണം. ഈ പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് പഠിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സൃഷ്ടാവിനെ കണ്ടെത്താൻ ഭൗതിക വിദ്യാഭ്യാസം, ഭൗതിക പ്രകാശം, ആ പ്രകാശത്തിലൂടെ ആത്മീയ പ്രകാശത്തിലേക്ക് എത്തണം. ആത്മീയ പ്രകാശത്തിന് വഴിയായിരിക്കണം അത്. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് പടച്ചതമ്പുരാൻ. അല്ലാഹ് എന്ന് പറഞ്ഞ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിന്റെ പ്രകാശമാണ്. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ പറയില്ലേ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, പരിപാലിക്കുന്ന പടച്ചതമ്പുരാൻ, അവനിൽ നിന്നാണ് ഈ പ്രകാശം മുഴുവൻ ലഭിക്കുന്നത്. അതിന്റെ ലൈറ്റ്, വിളക്ക്, ആ വിളക്ക് നമ്മൾ പറയില്ല സാധാരണ. അല്ലാതെ ചില ആളുകൾ ഇത് തെറ്റിദ്ധരിച്ച് അപ്പോൾ ദൈവം എന്ന് പറഞ്ഞ ഒരു പ്രകാശമാണ്. അങ്ങനെയല്ല. അപ്പൊ നമ്മൾ പറയില്ലേ, വീട്ടിൽ വിളക്കെത്തിച്ച് അയാളാണ് ആ വീടിന്റെ പ്രകാശട്ടോ പറയാറില്ലേ? ആ വീടിന്റെ സാധാരണ പറയാറുണ്ടല്ലോ, നല്ല ഒരു സാമൂഹിക പ്രവർത്തകനെ പറ്റി പറയാറുണ്ട്, ആ നാടിന്റെ വിളക്കാണ് അദ്ദേഹം. ആ വിളക്കാണ് കെട്ടാൽ ആ നാട് ഇരുട്ടില്ല. വിളക്കാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നാട് വേറെ, വിളക്ക് വേറെ, അദ്ദേഹം വേറെ. ഇതുപോലെയാണ് അല്ലാഹു പറഞ്ഞത്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ലൈറ്റാണ് അല്ലാഹു. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? തങ്ങളിവിടെ സൂചിപ്പിച്ചു, ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളതുള്ളതല്ല, ഉള്ളതിൻ്റെ ഉള്ളിലുള്ള ഉള്ളതാണ് ഉള്ളത്. അതാണ് പ്രകാശം. ആ പ്രകാശത്തിലൂടെ പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള സൃഷ്ടാവായ, അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ ശക്തിയെ കണ്ടെത്തുക. ഈ പ്രകാശം പഠിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇതിനാണ് ഖുർആൻ ശാസ്ത്രപരമായിട്ട് പഠിക്കണേ,
ചിന്തിക്കണേ, മനസ്സിലാക്കണേ എന്ന് ഖുർആൻ പറയുന്നത്. അല്ലാതെ ശാസ്ത്രം പഠിപ്പിക്കുക, വെറും എന്നിട്ട് ജീവിക്കുക, അതല്ല ലക്ഷ്യം. അതിലൂടെ സർവശക്തനായ അള്ളാഹുവിനെ കണ്ടെത്തുക. If the universe is a universe of thought, its creation must have been an act of thought. പറഞ്ഞതാരാ? ഡോക്ടർ ജെയിംസ്. ഈ കാണുന്ന പ്രപഞ്ചം, ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ ഓരോ രഹസ്യങ്ങളും അതിന്റെ സൃഷ്ടിപ്പും, if the universe is a universe of thought, അതൊരു ചിന്തയുടെ പ്രപഞ്ചമാണെങ്കിൽ ഓരോന്നിനും ഒരുപാട് അർത്ഥങ്ങളും അതുപോലെ ഒരുപാട് സംഗതികളും യാഥാർത്ഥ്യങ്ങളും അതിൻ്റെയൊക്കെ പിന്നിൽ കണ്ടെത്തുന്നുണ്ട് എങ്കിൽ ഇറ്റ്സ് ക്രിയേഷൻ, ഇതിന്റെ സൃഷ്ടിപ്പ്, മസ്റ്റ് ഹാവ് ബീൻ ആൻ ആക്ട് ഓഫ് തോട്ട്. ഇതിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, ഒരു ചിന്തയുണ്ട് എന്ന യാഥാർത്ഥ്യം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയാവുമ്പോഴേ വിദ്യാഭ്യാസം മനുഷ്യന് ഉപകരിക്കൂ, അങ്ങനെയാവുമ്പോഴേ വിദ്യാഭ്യാസം മനുഷ്യന് പ്രകാശമായി തീരൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇന്ന് സമാധാനമുണ്ടോ, ഇന്ന് ശാന്തിയുണ്ടോ, ഇന്ന് സംരക്ഷണമുണ്ടോ? ആർക്കും സമാധാനമില്ല. വിദ്യാഭ്യാസ പുരോഗതിയിൽ കൈവരിച്ചവരാണ് നാം. ചെറിയ പേനയുടെ നിർമ്മാണത്തിൽ നിന്ന് പടുകൂറ്റൻ മിസൈലുകളുടെ നിർമ്മാണത്തിലേക്കും, ചെറിയ സൂചിയുടെ നിർമ്മാണത്തിൽ നിന്ന് അണുബോംബുകളുടെ നിർമ്മാണത്തിലേക്കും കുതിച്ചുയർന്ന മനുഷ്യൻ ആകാശലോകത്ത് താരാപഥങ്ങളിൽ, ആകാശലോകത്ത് മിസൈലുകൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ താഴെ നിന്നത് നിയന്ത്രിക്കുന്ന റഡാറുകളും കമ്പ്യൂട്ടറുകളുമാണ്. ഒരു സ്വിച്ചിലൂടെ താഴെ നിന്ന് വലിയ വലിയ മിസൈലുകൾ നിയന്ത്രിക്കുന്ന മനുഷ്യൻ തന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള സംഗതികൾ അവന്റെ വീട്ടിലൂടെ അവൻ കാണുകയാണ്. ഇത്രത്തോളം പുരോഗതിയെ കൈവരിച്ച മനുഷ്യൻ, അവന് രണ്ട് കാര്യം നഷ്ടപ്പെട്ടു പോയി. വിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി പഠിപ്പിക്കുന്നു. രണ്ട് കാര്യം അവന് നഷ്ടപ്പെട്ടു. ഏതാണ് ആ രണ്ട് കാര്യം? ഖൗഫ്, ഹുസ്ന്. ഇതന്നെയാണ് ആകെയുള്ള സോക്കട്. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രസിഡന്റായിട്ട് പറയപ്പെടുന്ന ജോർജ് ബുഷ് വരെ, നമ്മുടെ എന്ന് പറയണ്ട, അങ്ങനെ പറയുന്നു, ജോർജ് ബുഷ് വരെ നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന് വരെ ഇന്നുള്ള വലിയ അസുഖം എന്താ? ഖൗഫ്, ഹുസ്ന്. ഇത് ഖുർആൻ പഠിപ്പിച്ചതാ. ഭൗതിക പ്രകാശം കൊണ്ട് മാത്രം നിങ്ങൾക്ക് സമാധാനം കിട്ടൂല. ഭൗതിക പ്രകാശത്തിലൂടെ ആത്മീയ പ്രകാശം ആർജിച്ചെടുക്കാനുള്ള വഴിയായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാലേ നിങ്ങൾക്ക് സമാധാനം കിട്ടൂ, എങ്കിലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. എന്താ ഖൗഫ് എന്ന് പറഞ്ഞാൽ? ഖൗഫ് പറഞ്ഞാൽ എന്താ? പേടി. ഹുസ്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം. പക്ഷെ രണ്ടിനും രണ്ട് അർത്ഥം ഉണ്ടല്ലോ. ഖൗഫ് പറഞ്ഞ ഒരു വസ്തുവിന്റെ മേലിലാണ് പേടിക്കുന്നത്. പാമ്പിനെ നമ്മൾ പേടിക്കുന്നു, പാമ്പാണ് പോയാലോ പേടി പോയി. അപ്പൊ ആ വസ്തു പോയാൽ പേടി നീങ്ങി. ഇതിനാണ് ഖൗഫ് എന്ന് പറയാം. ഒരു വസ്തുവിന്റെ മേൽ ഒരു വസ്തു ഉണ്ടായതുകൊണ്ട് അതിന്റെ ഭീഷണി പേടിക്കുന്നു, അത് പോയാൽ പേടി നീങ്ങി. ഹുസ്ന് നേരെ എതിരാ. ഹുസ്ന് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു നഷ്ടപ്പെട്ടതുകൊണ്ടാ ദുഃഖം. ഒരു കുട്ടി, ഒരാളുടെ കുട്ടി മരണപ്പെട്ടു പോയി എന്നിൽ അതിലാ ദുഃഖിക്കുന്നത്. ആ കുട്ടി നഷ്ടപ്പെട്ടു, അതിനാണുള്ള ദുഃഖമുള്ളത്. ഇതിനാണെന്ന് പറയുന്നത് ഹുസ്ന് എന്ന് പറയുന്നത്. രണ്ട് പേടിയും പിടിപെടും ആർക്ക്? ആത്മീയ പ്രകാശം കൈവരിക്കാത്തവന്, പടച്ച തമ്പുരാനെ കണ്ടെത്താത്തവന്. ഇതിനാ ഖുർആൻ മുഴുവൻ ആയത്തുകളും പറയുന്നത്, മുഴുവൻ കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അഫലാ തഅഖിലൂൻ അഫലാ തുബ്സിറൂൻ അഫലാ തൻദുറൂൻ അഫലാ തതദബ്ബറൂൻ. ഖുർആന്റെ വചനങ്ങൾ എത്രയാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ഗവേഷണം നടത്തുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? 100 ചില്ലറ സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഈ ഭാഗങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. എന്തിനെ? ആത്മീയ പ്രകാശം കണ്ടെത്തി, ആ പ്രകാശത്തിലൂടെ പടച്ച തമ്പുരാനെ കണ്ടെത്തി അവന്റെ നൂറ് ആർജിച്ചെടുത്ത് അതനുസരിച്ച് പരിശുദ്ധ ജീവിതം കൈവരിക്കുക. എന്താ ജോർജ് ബുഷിന്റെ പേടി? ഇത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും പേടിക്കുന്നു ബില്ലാദനെ. ബില്ലാദൻ ഉണ്ടായതുകൊണ്ടാ പേടി. വലിയ പാമ്പ്, അങ്ങനെയുള്ള പേടി. ബില്ലാദനെ നഷ്ടപ്പെടുത്താനാ ഈ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം ചെലവഴിക്കുന്നത്. ബില്ലാദൻ പോയാ പേടി പോയി. ദുഃഖം എന്താ? ഖൗഫ്. ദുഃഖം എന്താ? ദുഃഖം ആലോചിക്കണം. ഇത്രയും വിഭവങ്ങളും സൈന്യവും ആയുധ ബലവും മുഴുവൻ ഉണ്ടായിട്ടും എന്തില്ല? വിജയമില്ല. ഇതാണ് ദുഃഖം. ഇത് രണ്ടും എല്ലാവരും പിടിപെടും. ഇത് അന്താരാഷ്ട്ര ലെവലിൽ ഇങ്ങനെയുള്ള